ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ രാവിലെ ഇക്ക പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. മോന് മദ്രസിലും പോയിട്ടുണ്ട്, ഇക്ക പോയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ എല്ലാ പണികളും ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്ക മീനൊക്കെ വാങ്ങിച്ചു തന്നിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് മീനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് മദ്രസക്ക് പോയി. പിന്നെ രാവിലത്തെ അലക്കലും മുറ്റടിക്കലും ചോറും വെക്കലും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ലീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മാന്തളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെക്കണം, കുറച്ചെടുത്ത് പൊരിക്കും വേണം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ മീനൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ അതുപോലെ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള തേങ്ങ ചിരകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ചിരവൊന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നേരെ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അതുപോലെ കറി വെക്കുന്ന ഇടയിലൂടെ തന്നെ ഞാൻ ഓരോരോ ജോലികൾ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ എടുത്തപ്പോൾ ഓയിൽ പറ്റ കുറവായിരുന്നു കേട്ടോ. അതിന് ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാൻ. അപ്പം അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം, ഉള്ളത് കൊണ്ട് ചെയ്യാം കേട്ടോ. പിന്നെ ആ ഓയിൽ വെച്ചിട്ട് തന്നെ മീനും പൊരിക്കണം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതിൽ ഞാൻ വെക്കണ രീതിയാണ് കേട്ടോ അത് കാണിക്കണത്. അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാണ് ഞാനങ്ങനെ പറയണത്. പിന്നെ കുട്ടികളെ സൗണ്ട് നല്ലോണം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തിങ്ങോട്ട് വോയിസ് കൊടുത്തത് കേട്ടോ, വോയിസ് ഓവർ കൊടുത്തത്. ഇനി ഒന്ന് ഉലുവൻ്റെ ഒരു പച്ചമണം മാറിയപ്പത്തിന് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് കേട്ടോ. അതുപോലെ ഞാൻ കുടംപുളി ഇട്ടിട്ടോ ഞാൻ കറി വെക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ എന്താ പറയുക, മാങ്ങ, പച്ചമാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ കുടംപുളി 2 എണ്ണം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മാങ്ങ ഇടുന്ന സമയത്ത് മാങ്ങ ചെറിയൊരു കഷ്ണം, കുടംപുളിയും ഒരു കഷ്ണം ഇട്ടാൽ മതി. അപ്പോൾ ഓറ് പുളിയാവും കുറേ ഇട്ടാൽ. പിന്നെ അതുപോലെ മസാലപ്പൊടികളൊക്കെ ഞാൻ ഗ്യാസിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും വാട്ടിയ സമയത്ത് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അവിടുന്ന് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കും. പിന്നെ ഇതാട്ടോ മാന്തൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാ കേട്ടോ. ബാക്കി കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിലോട്ട് കറിയിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാ സാധനങ്ങളും വീട്ടിൽ കഴിയാനായിട്ടുണ്ട്. ഇനി ഈ ഒരു മാസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത മാസം വാങ്ങിക്കും, കാരണം ഈ മാസം തന്നെ ഒരുപാടായിട്ടുണ്ട്. പൈസ തന്നെ ഒരുപാടായിട്ടുണ്ട്. ഇക്ക നിൽക്കണ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരലാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുടംപുളി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതും വെള്ളവും കുടംപുളിയും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടോ, ഉപ്പൊക്കെ കറക്റ്റാണെന്നൊക്കെ നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിൽ ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും വാട്ടിയ സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ ഇതുപോലെ മുളക് ഇട്ടിട്ട് വേണമെങ്കിലും വെക്കാം, അതുപോലെ തേങ്ങ അരച്ചിട്ടും വെക്കാം. അതാട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ ഏകദേശം ഈ പുളിയും കുടംപുളിത്തെ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒന്ന് തിളക്കുന്ന സമയത്ത് മീൻ ഇട്ട് കൊടുത്താൽ അതുപോലെ മാന്തൾ മുളകിട്ടത് അങ്ങനെയും പറയാം കേട്ടോ. ഇതിങ്ങനെയും കൂട്ടാട്ടോ. ഇനി തിളച്ച സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം, അങ്ങനെയും കൂട്ടാം. പിന്നെ ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ മോന് മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അവനക്ക് ചായ കൊടുത്തു. പിന്നെ മോളിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിന്ന് എന്തൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ അപ്പോഴേക്കും നമ്മളെ കറി തിളച്ച് വന്നിട്ടുണ്ട്. മാന്തൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കരുത്, കാരണം പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ കറി ഏകദേശം റെഡി ആവുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകി എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയണത്. കുട്ടികളെ സൗണ്ട് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ അരച്ച സമയത്ത് തേങ്ങയിലോട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആകെ രണ്ട് കഷ്ണം ചെറിയൊരു വെളുത്തുള്ളിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ തേങ്ങ അരച്ചത് ഞാൻ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കരുത്, പൊടിഞ്ഞു പോവും. പിന്നെ ഉപ്പ് ഇതൊക്കെ കറക്റ്റാണോ നോക്കുക. പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പാത്രം മോറലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ റാക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. വലുതായിട്ടൊന്നും വൃത്തിയാക്കാനില്ല, എന്നാലും വേണ്ടാത്ത പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വിചാരിച്ച് അങ്ങനെ ഈ കുട്ടികൾ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കും, പേപ്പറും അതും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചത് ഞങ്ങളെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ, ഹസ്ബൻഡ്, കുട്ടികൾ. അപ്പോൾ ഞങ്ങൾ മഞ്ചേരിയുള്ള സമയത്ത് എടുത്തായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചാൽ കേട്ടോ. പിന്നെ എന്നോട് മോന് പറഞ്ഞു ഉമ്മച്ചി ഞാനും കൂടി തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്താ നിങ്ങൾ രണ്ടും പോയി കളിച്ചോളി അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഓന് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി തന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഈ പാത്രം അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്ക്, അടുക്കളയിൽ കൊണ്ടുവയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളും കൂടെ, ഒരാൾ വരുമ്പോൾ മറ്റാളും കൂടെ വന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും. അപ്പോൾ അതിലാറ് നല്ല രണ്ടാളും കൂടെ അങ്ങോട്ട് മാറ്റണതല്ലേ. പിന്നെ അതിനിടയിൽ ഇപ്പോൾ മോളിപ്പോൾ വരും കേട്ടോ. മോനോട് ഞാൻ കുറേ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങും മോന്, വീണോ ഉള്ളൂ, ഉമ്മച്ചി ആക്കിക്കൊണ്ട് പറയുമ്പോൾ ഓന് സമ്മതിക്കണില്ല. അപ്പോൾ അങ്ങനെ ഓന് ഹെൽപ്പ് ചെയ്ത് തരികയാണ്. പിന്നെ ഈ ബൾബ് ഫീസ് പോയിട്ടുണ്ട്, അപ്പോൾ ആ ബൾബ് അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കും, ഉമ്മച്ചി അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഓനങ്ങനെ പോയി. ഓനത് കൊണ്ടുപോയി ഇടാൻ പോയപ്പോൾ തന്നെ അവൾ വന്നിട്ടുണ്ട്. അവൾ എന്നോട് പറയുന്നുണ്ട് ഉമ്മച്ചി എനിക്ക് എന്തെങ്കിലും ഒരു പണി തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളവിടെ നിന്നോ, ഞാൻ ഈ നിലത്തോട്ട് ഇടുന്ന സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിക്കുന്നൊക്കെ അങ്ങനെ പറഞ്ഞു അവളോട്. പിന്നെ അതേപോലെ നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കണ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ കുട്ടികളെയും കൂടി കൂട്ടണമെങ്കിൽ അവർക്കും ഒരു എൻജോയ്മെൻറ്റാണ്. പിന്നെ അത് അവരെ ശീലമായി മാറിക്കോളും. കാരണം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായിക എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരും കൂടെ ചെയ്യാനൊന്ന് ശ്രമിച്ച് നോക്കും. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഈ കുക്കിങ്ങും അങ്ങനത്തെ ഒന്നല്ല, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. റൂമിൽ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ അടിച്ച് വരണം. ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ഈ ഒരു മേശ പഴയ മേശ കേട്ടോ, അതിൻ്റെ കാലൊക്കെ പറ്റ പോയിക്കണു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനങ്ങനെ ചൂലൊക്കെ എടുത്തുകൊണ്ടിരാൻ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അഴമാറമ്മൽ കുറച്ച് മാറാലിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല പൊടിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ മേശൻ്റെ അടിയിൽ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്.
പിന്നെ കുട്ടികളെ ഡ്രോയിങ് ബുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ പേപ്പർ ഇതന്നെ പേപ്പറുകൾ മുഴുവൻ പിച്ചി പറിച്ചിട്ട് വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. എന്നും ഡെയിലി ഉള്ള പണിയാണ് കേട്ടോ ഇതൊക്കെ. കുട്ടികളുള്ള വീട്ടിൽ എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ് പേപ്പറും കാര്യങ്ങളൊക്കെ വലിച്ചിടലും അതൊക്കെ. അപ്പോൾ ഇത് ഡെയിലി ക്ലീൻ ചെയ്യൽ തന്നെയാണ് പണി. പിന്നെ അതേപോലെ ഈ മേശമെന്ന് ചെറിയൊരു പൊടി പോലെ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചൊരുങ്ങാണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. നല്ല പൊടി കേട്ടോ, അതാണ് ഞാനിന്ന് ഷോൾ കൊണ്ടൊന്ന് മൂക്ക് കുത്തുന്നത്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് അടിച്ചൊരു ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ടിൻ്റെ ചോടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കുട്ടികൾ പെൻസിലും കാര്യങ്ങളൊക്കെ ചെറിയ പീസാക്കി വെക്കും. അതൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവന്നിടും. അപ്പോൾ അത് മുഴുവൻ ഇതിൻ്റെ അടിയിലുണ്ട്. അങ്ങനെ മേശൻ്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലൊന്ന് അടിച്ചു വരിയിട്ടുണ്ട്. ഇനി കട്ടിൻ്റെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ അടിയിലും കുറേ കച്ചറയും കാര്യങ്ങളൊക്കെ. ദിവസം അടിച്ചു വരിയാലും ദിവസം ഉണ്ടാവും ഒരു ലോഡ് വേസ്റ്റും കച്ചറൊക്കെ. അപ്പോൾ ദിവസം ഇവർ തന്നെ പണി. പേപ്പറും കാര്യങ്ങളും ചിത്രം വരക്കും, ആ പേപ്പർ പിച്ച് കട്ടിൻ്റെ അടിയിൽ കൊടുക്കും. അങ്ങനെ ദിവസം എനിക്കൊരു പണി തന്നെയാണിത്. അങ്ങനെ വലിയ കച്ചറൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റ് ഇതുപോലെ ആഴ്ചയിൽ ഇങ്ങനെ മാറ്റി കൊടുക്കലാണ്. പിന്നെ ഒന്ന് വെട്ടം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ജനലും ഇതൊക്കെ ഒന്ന് തുറന്നിടും. അപ്പോൾ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് ഉണ്ടാവും. പിന്നെ അങ്ങനെ ഇനി ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നും കൂടെ അടിച്ചു കൊടുക്കണം. കാരണം ഞാനൊന്ന് ബെഡ്ഷീറ്റ് കൊണ്ട് തന്നെ ആ ബെഡൊക്കെ ഒന്ന് തട്ടി കൊടുത്തതല്ലേ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ അടിച്ചൂരി കൊടുക്കുന്നുണ്ട്. പിന്നെ മോള് അവിടെ വന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അവള്. പിന്നെ അവിടെയൊക്കെ കുറച്ച് മാറാലൊക്കെ ഉള്ളത് തട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അലക്കാനുള്ള ബെഡ്ഷീറ്റ് അലക്കണ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിന് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കിയെടുക്കണം. പിന്നെ വീണ്ടും അടിച്ചു വാരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ അടിച്ചു വാരിയോടെ തന്നെ വീണ്ടും ഇങ്ങനെ അടിച്ചു വരും. കാരണം ബെഡ്ഷീറ്റ് വിരിച്ചാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പൊടിയൊക്കെ നിലത്ത് പാറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു വാരി ഹാളിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ മേശൻ്റെ അടിയിലൊക്കെ കുറേ മാറാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ചെരുപ്പ് വെക്കലുണ്ട്, പുറത്ത് ഇടുന്ന ചെരുപ്പുകൾ മേശൻ്റെ അടിയിലാണ് വെക്കൽ ഞങ്ങൾ. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിൽ ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളെ അതിൻ്റെ അടിയിൽ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ, പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് പോയി നോക്കും ഓരോ അടുത്ത് തന്നെ ഇല്ലേ എന്നുള്ളത്, ഒന്ന് പോയി നോക്കും. അങ്ങനെ അടിച്ചു വാരി ഹാളൊക്കെ അടിച്ചു വാരി അടുക്കളയിലോട്ട് എത്താനായിട്ടുണ്ട്. കേട്ടോ ഇത്രയും വേസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ വേണ്ടാത്തതും വേണ്ടതൊക്കെ ഒഴിവാക്കണുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ കുട്ടികൾ ഓരോരോ പേപ്പറും കാര്യങ്ങളും മുഴുവൻ വലിച്ചിടും. പിന്നെ കളറിംഗ് ബുക്ക് നല്ലതൊക്കെ ഉള്ളതാണ് ഞാൻ എടുത്ത് വെക്കണത്. ബാക്കിയൊക്കെ ഒഴിവാക്കിയതാണ് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഞാൻ ആ ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോളെ ഒരു കൂട്ട് ഡ്രസ്സും പിന്നെ ഇക്കാൻ്റെ ഒരു തുണി ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ അലക്കി ഇട്ടതാണ് കേട്ടോ. അങ്ങനെ അത് അലക്കിയിട്ട് ഞാൻ ആറിടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ആകെ കുറച്ചേ ഉള്ളൂ അലക്കാൻ, ബാക്കിയൊക്കെ രാവിലെ അലക്കി ഇട്ടതാണ്.
പിന്നെ അങ്ങനെ ബെഡ്ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാക്കാം കേട്ടോ. അവിടെ കുറച്ച് ഉണങ്ങിയതൊക്കെ ഞാനൊരു ഭാഗത്തോട്ട് എടുക്കുന്നുണ്ട് ഇങ്ങോട്ടേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ തോർത്തുമുണ്ടും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി ബെഡ്ഷീറ്റും കൂടെ ഒന്ന് ആറിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ ഒന്ന് പോയി തുടക്കാനുണ്ട്. തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരെ പോയി കുളിക്കണം. പിന്നെ ഫുഡ് കഴിക്കാതെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോണത്. ഇപ്പം തന്നെ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ തുടക്കുകയാണ്, റൂമൊക്കെ ഒന്ന് തുടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് രാവിലെ 9 മണിക്ക് ശരിക്കും ഡോക്ടറെ അടുത്ത് പോകേണ്ടത്. പിന്നെ ഡോക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ആ സമയം കണക്കാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. 11 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് പോകണം. അങ്ങനെ റൂമും ഹാളൊക്കെ തുടച്ച് കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ കിച്ചണും ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വീടെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ വീടെടുക്കണത്. ഹോസ്പിറ്റലൊക്കെ പോയി വന്നതിന് ശേഷമാട്ടോ വീടെടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പല്ല് 2 താഴെയും മുകളിലും ഒരു കമ്പി പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ രണ്ടാളും ഉറങ്ങുകയാണ്. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയാണ്ട് എണീറ്റു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവർക്ക് ബ്രെഡിൻ്റെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലേ അവർ കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവരെ എണീറ്റിട്ടില്ല. അവരെ എണീറ്റതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. വീഡിയോ വേറെ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുട്ടികൾ എണീറ്റു, അവർക്ക് ചായ കൊടുത്തു. പിന്നെ അവരെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീഡിയോ എടുത്തില്ല എന്നുള്ളത് എന്താ വെച്ചാൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്ത് പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ചോറ് കുറച്ച് വെക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരു ചെറിയൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.